ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട്. അവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ ഈ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. അങ്ങനെ ലാബൊക്കെ കഴിഞ്ഞിട്ട് ലിയോ അവളുടെ മാമിനെ കാണാനായിട്ട് സ്റ്റാഫ് റൂമിലേക്ക് കയറും. പുറകെ വരുന്ന ബോയ് അത് ശ്രദ്ധിച്ച് ഇവൾ ഇറങ്ങുന്നത് വരെ പുറത്ത് തന്നെ നിൽക്കും. അങ്ങനെ ലിയോ പുറത്ത് വന്നതിന് ശേഷം ലിയോന്റെ പുറകെ തന്നെ ബോയ് വെച്ച് പിടിക്കും. എനിക്ക് നിന്റെ അടുത്ത് ബോയിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. അവൻ എല്ലാ പെൺകുട്ടികളുടെ അടുത്തും ഫ്ലേർട്ട് ചെയ്ത് നടക്കുന്നവനാണ്. അവനെ എല്ലാവരും തന്നെ ബോഡിക്കോൺ മോ എന്നാ വിളിക്കുന്നതെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ലിയോന് വല്ലാത്ത ദേഷ്യം വരും. നീ എന്തിനാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞു നടക്കുന്നത്? അവനേലും മോശം നീയാണ്. ഇനി എന്റെ പുറകെ വരരുതെന്നും പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിൽ മുന്നോട്ട് നടക്കും. ബോയ് ആണെങ്കിൽ അവിടുന്ന് ലക്ഷണമേ ഇല്ല. ലിയോ ലിയോ എന്നും പറഞ്ഞിട്ട് ഹീറോയിന്റെ പുറകെ വെച്ച് പിടിക്കും. നീ എന്തിനാണ് എന്റെ പുറകെ വരുന്നത്? നിനക്ക് എന്റെ അടുത്ത് നിന്ന് എന്താ വേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്ക് എന്താണ് വേണ്ടതെന്ന് നിനക്ക് അറിയാൻ പാടില്ലേ എന്ന് ബോയും തിരിച്ചു ചോദിക്കും. എന്താ വേണ്ടത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നാ നോർമൽ ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് സമ്മതിക്കില്ലേ? എന്നെ ഒന്ന് വെറുതെ വിടുന്ന് ലിയോ ഭയങ്കര റിക്വസ്റ്റ് ചെയ്യും. ലിയോ, ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും വന്നതല്ല. എന്നെ നിനക്ക് മനസ്സിലാവുന്നില്ലേ എന്ന് വീണ്ടും പോയി ചോദിച്ചോണ്ടിരിക്കും. എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. നീയെ നല്ലവനെ പോലെ ആക്ട് ചെയ്തോണ്ടിരിക്കുവാണ്. അന്ന് ആ പെർഫ്യൂം ഷോപ്പിൽ വെച്ച് നടന്ന പോലെ എന്ന് പറയും. അങ്ങനെ തന്നെ നേരെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. എനിക്കൊരു പെർഫ്യൂം സെലക്ട് ചെയ്ത് തരണമെന്നും പറഞ്ഞിട്ട് ബോയ് ലിയോനെയും കൂട്ടി ഒരു പെർഫ്യൂം ഷോപ്പിലേക്ക് ചെല്ലും. ലിയോയും ബോയ്ക്ക് വേണ്ടി ഒരു പെർഫ്യൂം സെലക്ട് ചെയ്ത് കൊടുക്കും. അതിന്റെ സ്മെല്ല് ബോയ്ക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെടും. ഇത് തന്നെയാണ് ഞാൻ അന്വേഷിച്ചു നടന്ന ഫ്ലേവർ, ഇത് തന്നെയാണെന്ന് പറയും. എന്ത്, നിനക്ക് ഈ ഫ്ലേവർ ഇഷ്ടമായോ? എനിക്കും ഒരുപാട് ഇഷ്ടമാണ്. എന്റെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്തത് ഈ ഒരു പെർഫ്യൂമാണ്. അതുകൊണ്ടാണോ നീ ഈ പെർഫ്യൂം അന്വേഷിച്ചു നടന്നേന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേൾക്കുമ്പോ ബോയും ലിയോന്റെ ഫേസിൽ നോക്കി തന്നെ എനിക്ക് ഈ ഫ്ലേവർ ഇഷ്ടമായില്ല എന്ന് ഭയങ്കര ദേഷ്യത്തിൽ അങ്ങോട്ട് പറഞ്ഞു കളയും. ഇപ്പോ ലിയോ അത് ഓർത്തെടുത്തിട്ട്, എന്നെ പോലെ സെയിം ഇൻട്രസ്റ്റ് നീ എൻ്റെ അടുത്ത് ഇതുവരെയായിട്ടും ഷെയർ ചെയ്തിട്ടില്ല. ഈവൻ എന്നെ എല്ലാവരും ബുള്ളി ചെയ്തപ്പോ പോലും നീ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടേ ഇല്ല എന്ന് പറയും. ആക്ച്വലി സ്കൂളിൽ പഠിക്കുന്ന ടൈമിന് എല്ലാവരും ഹീറോയിനെ ഭയങ്കരമായിട്ട് ബുള്ളി ചെയ്തിട്ടുണ്ട്. ബാത്റൂമിൽ വെച്ച് പോലും അടച്ചിട്ടുണ്ട്. ഇതെല്ലാം പോയി കണ്ടിട്ടുണ്ടെങ്കിലും ഇവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു തവണ പോലും വന്നിട്ട് പോലും ഇല്ല. ഞാൻ വിചാരിച്ചു നമ്മൾ ഇപ്പോഴെങ്കിലും ഒരു ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. സത്യം എന്താണെന്നാൽ എന്നെ ഇൻസ്പയർ ചെയ്ത് എനിക്കതിൽ ഇൻട്രസ്റ്റ് വരുത്തിയ ആ പെർഫ്യൂമിനെ പറ്റി നിനക്ക് മനഃപൂർവ്വം കുറ്റം പറയണമായിരുന്നു. അതല്ലേ സത്യമെന്ന് ഇങ്ങനെ ചോദിക്കും. ആക്ച്വലി ആ ഒരു പെർഫ്യൂം സ്മെല്ല് ചെയ്ത് നോക്കി. ഈ വേൾഡിൽ വെച്ച് ഏറ്റവും അഗ്ലിയസ്റ്റ് സ്മെല്ലുള്ള പെർഫ്യൂം ഇതാണ്. ഇതെനിക്ക് കാണണമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് നിന്നെ കൊണ്ട് ഞാനിത് സെലക്ട് ചെയ്യിപ്പിച്ചെന്ന് ഇവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ലിയോ ഇപ്പൊ ഓർത്തെടുക്കും. ശരിക്കും പറഞ്ഞാൽ നീ ഭയങ്കര മോശമായിട്ടുള്ള പയ്യനാണ്. മറ്റുള്ളവരെല്ലാവരും എന്റെ ഫേസ് വെച്ചാണ് എന്നെ ബുള്ളി ചെയ്തിട്ടുള്ളത്. പക്ഷെ നീ അങ്ങനെയല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഷയത്തെ പറ്റി പറഞ്ഞാണ് എന്നെ ഡൗൺ ആക്കിയതെന്ന് ഇങ്ങനെ പറയും. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നീ എന്നെ തെറ്റിദ്ധരിക്കുവാണെന്ന് പറയും. എന്ത് തെറ്റിദ്ധാരണ? ശരി, ഞാൻ ഇനി തെറ്റിദ്ധരിക്കുന്നില്ല. എന്നാലും നീ എന്തിനാണ് അന്ന് എന്റെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ഇങ്ങനെ ചോദിക്കും. ആക്ച്വലി ഹീറോ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം സത്യം പറഞ്ഞാല് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാള് ഈ പെർഫ്യൂമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. പിന്നെ എനിക്ക് ഈ പെർഫ്യൂമുകളെ പറ്റി ഒന്നും തന്നെ അറിയില്ല. ഇതിലെനിക്ക് ഇൻട്രസ്റ്റും ഇല്ല. പക്ഷെ നിനക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി നിന്റെ അടുത്ത് ഈ പേരും പറഞ്ഞ് സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് നിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. എന്തായാലും സോറി എന്നും പറഞ്ഞ് ബോയ് തിരിഞ്ഞു നോക്കുമ്പോ ലിയോന അവിടെ എങ്ങും കാണില്ല. അവള് നേരത്തെ തന്നെ ദേഷ്യപ്പെട്ട് പോയിട്ടുണ്ട്. ആക്ച്വലി അന്ന് അവിടെ ഇതാണ് നടന്നത്. ആക്ച്വലി ബോയ്ക്ക് ലിയോന്റെ അടുത്ത് ചെറിയൊരു ഫീലിങ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതുവരേക്കും ലിയോൻ അതൊന്നും മനസ്സിലായിട്ടില്ല. ഇപ്പോ ബോയ് അതെല്ലാം ഓർത്തെടുക്കും. അങ്ങനെ തന്നെ ലിയോന്റെ അടുത്ത് പെർഫ്യൂമിനെ പറ്റി സംസാരിച്ച് നിന്റെ അടുത്ത് ഫ്രണ്ട് ആവാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയതെന്ന് ഇങ്ങനെ പറയും. എന്ത് ഫ്രണ്ട് ആവാനോ? നീയേ എൻ്റെ അടുത്ത് ഫ്രണ്ട് ആവണമെങ്കില് എല്ലാവരും എന്നെ ബുള്ളി ചെയ്തപ്പോ നിനക്ക് എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യാമായിരുന്നു. പക്ഷെ നീ അതൊന്നും ചെയ്തില്ല. എന്നിട്ടിപ്പോ നീ എൻ്റെ അടുത്ത് ഫ്രണ്ട് ആവാനായിട്ട് വന്നേക്കുവാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. ആക്ച്വലി എല്ലാവരും കൂടി ഹീറോയിനെ ബാത്റൂമിൽ വെച്ച് പൂട്ടിയപ്പോ ഇവള് പേടിച്ച് ബോധം കെട്ട് വീഴും. ആ ടൈമിന് ബോയ് വന്ന് എല്ലാവരെയും അടിച്ചോടിച്ച് ബാത്റൂം ഓപ്പൺ ചെയ്ത് ഇവളെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കും. ഇവളുടെ ബോധം തെളിയുന്നതിന് മുമ്പ് തന്നെ ബോയ് അവിടെ നിന്ന് പോകും. ലിയോനെ
ബുള്ളി ചെയ്ത ഒരു പയ്യനെ തല്ലാൻ വേണ്ടി മാത്രം പുള്ളിക്കാരൻ ഒരു ഗെയിമിൽ ചെന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അവന്റെ ദേഷ്യം മുഴുവനും ആ പയ്യനെ തല്ലിയും തീർക്കും. ഇതെല്ലാം ബോയ് ഒന്ന് ഓർത്തെടുക്കും. ഇപ്പൊ നീ എന്റെ അടുത്ത് മറ്റുള്ളവരെ പറ്റി കുറ്റം പറയരുതെന്ന് പറയുന്നുണ്ടല്ലോ, അപ്പൊ നിന്റെ കൺമുൻപില് ഒരു കൊടൂര വില്ലനായിട്ടാണോ കാണുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ലിയോ, നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് നിന്നെ ഒട്ടും തന്നെ മനസ്സിലാവുന്നില്ല എന്ന് പറയും. എനിക്കൊന്നും വേണ്ട, നീ ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മാത്രം മതി. സ്കൂൾ ടൈമിൽ നടന്ന കാര്യങ്ങളൊന്നും നിനക്ക് ഇവിടെ റിപ്പീറ്റ് ആവരുത്, അത്രയേ എനിക്കുള്ളൂ എന്ന് പറയും. ആക്ച്വലി ഇവളെ ബുള്ളി ചെയ്യുമ്പോഴൊക്കെ അവിടെയെല്ലാം ചെന്ന് തടുത്തു നിർത്താനായിട്ട് ബോയ് പരമാവധി ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോ നമുക്ക് ഫ്ലാഷ് ബാക്കിൽ കാണിക്കാണ്. ഇത് കേൾക്കുമ്പോ തന്നെ ലിയോ, ആസ് എ ഫ്രണ്ടാ നീ എന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കണം. എനിക്ക് വേണ്ടിയിട്ട് നിനക്ക് ഇതെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേട്ട് കഴിഞ്ഞാല് ബോയ്ക്ക് പിന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. നിനക്ക് ഇതാണ് വേണ്ടതെങ്കിൽ ശരി, ഞാൻ മാറി നിന്നോളാന്നും പറഞ്ഞ് അവള് മിസ് ചെയ്ത ആ പെർഫ്യൂമും കൊടുത്തിട്ട് പുള്ളിക്കാരൻ നടന്നു പോകും. ആ ടൈമിനാണ് മോ ലിയോന്റെ അടുത്തേക്ക് വരുന്നത്. നിങ്ങൾ എന്താ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? നീ ഓക്കെ അല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. ആ, ഞാൻ ഓക്കെ ആണെന്ന് ലിയോയും പറയും. അങ്ങനെയാണെങ്കിൽ വാ, നിന്നെ ഞാൻ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാന്ന് പറയും. ആ ഓക്കെ പറഞ്ഞ് ലിയോയും മോയുടെ കൂടെ നടന്നു പോകും. ഇത് കാണുന്ന ബോയ്ക്കും വല്ലാണ്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൽ കൂടുതൽ ഇനി എന്ത് വേണോന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ അങ്ങനെ തന്നെ ഫീൽ ചെയ്ത് നടന്നു പോകും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് മോ ഇപ്പോ ഫ്രണ്ട്സിന്റെ കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ എന്തായാലും തീരുമാനിച്ചടാ, ലിയോന പെട്ടെന്ന് തന്നെ ഡേറ്റിനായിട്ട് വിളിക്കാൻ വേണ്ടി പോവാണെന്ന് പറയും. അപ്പൊ തന്നെ ഫ്രണ്ട്സും, അല്ലടാ നീ ഇത്രയും നാള് ഫ്രീയുടെ പുറകെ നടക്കുമായിരുന്നല്ലോ, ഇപ്പൊ പെട്ടെന്ന് എന്താണ് ഒരു മാറ്റമെന്ന് ഇങ്ങനെ ചോദിക്കും. അത് വേറൊന്നും അല്ലടാ, ഫേക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അവളെയും കൊണ്ട് പുറത്തു പോവുക എന്ന് പറയുന്നത് ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അതിനേലും ഈസി ലിയോ ആണ്. അതുമല്ലാണ്ട് അവൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് പോലും ഇല്ല. അതുകൊണ്ട് എനിക്ക് അധികം ചാൻസ് ലിയോന്റെ മേത്താണ് ഉള്ളതെന്ന് പറയും. ഇതെല്ലാം മുകളിൽ നിന്ന് ബോയും അതേപോലെ ആനും കേൾക്കുന്നൊക്കെ ഉണ്ട്. അതേ ടൈം ബോയാണെങ്കിലോ, ഇപ്പൊ തന്നെ ഞാൻ ലിയോന്റെ അടുത്ത് പോയി ഡേറ്റിന് വിളിക്കാൻ പോവാണെന്നും പറഞ്ഞ് അവിടെ നിന്ന് നടന്നു പോകും. ഇത് കേട്ടാനും, ബോയ് നീ ലിയോനെ പോയി വാൺ ചെയ്യുന്നില്ലേ? എന്തായാലും ഫെയ്ന ലിയോന്റെ അടുത്ത് നിന്ന് മാറ്റി നിർത്താനായിട്ട് ഞാൻ എന്തായാലും ഹെൽപ്പ് ചെയ്യാന്ന് പറയും. അപ്പൊ തന്നെ ബോയ് അതൊന്നും വേണ്ടാന്ന് പറയും. അതെന്താ ബോയ് നീ അങ്ങനെ പറഞ്ഞത്? എന്റെ ഹെൽപ്പ് പോലും വേണ്ടെന്നാണോ നീ പറയുന്നത്? അത്രക്ക് കോൺഫിഡൻസ് നിനക്കുണ്ടോന്ന് നിന്നെ ചോദിക്കും. എന്നെ ഇനി ആരും ഇതിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാത്തിൽ നിന്നും പിന്മാറി നിൽക്കാനാണ് എന്റെ തീരുമാനം എന്നും പറഞ്ഞ് ബോയ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. ഇപ്പൊ കട്ട് ചെയ്താല് മോ നേരെ ലിയോന്റെ അടുത്തേക്ക് വരും. ഇത് കാണുന്ന ഫെയ്യും, എന്താ നീ ആരെയോ സ്പെഷ്യൽ ആയിട്ട് കാണാൻ വരുന്ന പോലെ ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കും. ആ, ഞാൻ ലിയോനെ കാണാനായിട്ട് വന്നതാണ്. എന്തായാലും നിങ്ങൾ എല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കി, അതിന്റെ ക്യാഷ് ഒക്കെ ഞാൻ കൊടുത്തോളാന്നും പറഞ്ഞിട്ട് ലിയോനെയും കൂട്ടി വേറൊരു ചെയറിലേക്ക് ചെന്നിരിക്കും. ആ ടൈമിന് ഇവരുടെ മുമ്പിലായിട്ട് തന്നെ നമ്മുടെ ബോയും ആനും കൂടി വേറൊരു ചെയറിലേക്കും വന്നിരിക്കും. പെട്ടെന്ന് തന്നെ മോയും, എനിക്ക് എന്തായാലും നിന്റെ അടുത്ത് ഈ കാര്യം തുറന്നു പറയണം. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഐ ലവ് യു എന്നിങ്ങനെ പറയും. അതും നല്ല ഒച്ചത്തിലാണ് പറയുന്നത്. ഈ സൗണ്ട് കേട്ട് എല്ലാവരും തന്നെ ഇവരെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കും. ബോയും ഇത് കാണുന്നുണ്ട്. പെട്ടെന്നാണെങ്കിലോ ലിയോന് ഒന്നും മനസ്സിലാവുന്നില്ല. എന്താ നീ പറയുന്നേന്ന് ഇങ്ങനെ ചോദിക്കും. നീ എന്തായാലും ടെൻഷൻ അടിക്കണ്ട, കുറച്ചു നാളെ നമ്മള് പരിചയപ്പെട്ടിട്ടുള്ളൂ, അതൊന്നും നീ ആലോചിക്കണ്ട. നിനക്ക് എന്ത് വേണമെങ്കിലും എന്റെ അടുത്ത് ചോദിക്കാം. ഇപ്പൊ നിനക്ക് പെട്ടെന്ന് വിശക്കുവാണെങ്കിൽ ഞാൻ ഓടിപ്പോയി നിനക്ക് വേണ്ടി ഫുഡ് വാങ്ങിച്ചു കൊണ്ടുവരും. നീ എത്ര ടയേർഡ് ആണെങ്കിലും നിനക്ക് വേണ്ടി ഒരുപാട് ഫുഡ് ഞാൻ കൊണ്ടുവന്ന് തരൂന്ന് പറയും. ഈ പറയുന്നതെല്ലാം ചുറ്റുമുള്ള എല്ലാവരും തന്നെ കേൾക്കുന്നുണ്ട്, എക്സ്പെഷ്യലി നമ്മുടെ ബോയും. അപ്പൊ തന്നെ മിമി, എന്താ ഇവിടെ നടക്കുന്നത്? അവന്റെ ലിയോന പ്രപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുവാണെന്ന് പറയും. കൂടെ ഇരിക്കുന്ന ഫ്രണ്ടും, അതെന്താ നിനക്ക് മനസ്സിലായില്ലേ? ഈ മരമണ്ടേന്റെ ഉള്ളിലേക്ക് ഒന്നും തന്നെ കേറിയില്ലേന്ന് ഇങ്ങനെ ചോദിക്കും. അയ്യോ, ഞാൻ പറയുന്നത് എന്താ നിനക്ക് മനസ്സിലാവുന്നില്ലേ? മോ അത്രക്ക് നല്ല പയ്യനൊന്നും അല്ല, അവന്റെ നിക് നെയിം കേട്ടാ തന്നെ മനസ്സിലാവുന്നില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഫ്രണ്ടും, അതെ അവൻ ഒരുപാട് പെണ്ണുങ്ങളെ ഡേറ്റ് ചെയ്തിട്ട് കിട്ടിയ പേരൊന്നും അല്ല. ഒരുപാട് ഗേൾസ് അവനെ റിജക്റ്റ് ആണ് ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞ അവന് ലവിനെ പറ്റി ഒന്നും തന്നെ അറിയില്ല. ഇങ്ങനെ ഒരു നിക് നെയിം വെച്ച് വിളിച്ചാലെങ്കിലും ഇവൻ ഏതെങ്കിലും ഒരു പെണ്ണിനെ കറക്റ്റ് ചെയ്യുമല്ലോ എന്ന് ഓർത്ത് അവന്റെ ഫ്രണ്ട്സ് വെച്ച പേരാണെന്ന് പറയും. ഓ, അപ്പോ രണ്ടുപേരുടെയും ഫസ്റ്റ് ലവ് ആണല്ലേ? അങ്ങനെയാണെങ്കിൽ ഭയങ്കര ക്യൂട്ടായിരിക്കും എന്ന് മിമ്മി പറയും. ഇത് കേട്ട ഫേക്ക് ആണെങ്കിലോ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. കൈയൊക്കെ ഭയങ്കരമായിട്ട് മുറുക്കി ഭയങ്കര ദേഷ്യത്തിൽ അവിടെ ഇരിക്കും. അതേ ടൈമിലെയോ, നീ എന്നെ ലവ് ചെയ്യുന്നു എന്നാണോ പറഞ്ഞത് ഇങ്ങനെ ചോദിക്കും. അതെ, ഞാൻ നിന്നെ ലവ് ചെയ്യുന്നുണ്ട്. ഇതിനൊരു മറുപടി നിനക്ക് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ഇങ്ങനെ മോയും ചോദിക്കും. ഇവൾക്ക് എന്ത് പറയണോന്ന് അറിയാൻ പാടില്ല. അതെ, ഒരു മിനിറ്റ്, എനിക്കൊന്ന് ബാത്റൂമിൽ പോകണമെന്നും പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കും. ആ ഓക്കെ, നീ ബാത്റൂമിലൊക്കെ പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാൽ മതി, നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരുന്നോളാന്നും പറഞ്ഞ് മോയും അവിടെ ഇരിക്കും. പെട്ടെന്ന് തന്നെ ഫെയ് മോയുടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കും. നീ ലിയോന്റെ കൂടെ ഔട്ടിങ്ങിനൊന്നും പോവാൻ പാടില്ല എന്ന് പറഞ്ഞാല് നിനക്ക് എന്നോട് ദേഷ്യം തോന്നുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. എന്താ നീ പറഞ്ഞു വരുന്നത്?
പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നിങ്ങനെ പറയും. വേറൊന്നുമല്ല, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇത് വിട്ടാ വേറൊരു ചാൻസ് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. എന്തായാലും നീ ലിയോന്റെ കൂടെ സന്തോഷമായിട്ടിരിക്കണം. ഇതുവരെ അവൾക്കൊരു പ്രപ്പോസൽ പോലും കിട്ടിയിട്ടില്ല. ഇത് ഫസ്റ്റ് പ്രപ്പോസലാണ്. അതുകൊണ്ട് അവള് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. എന്തായാലും നിന്നെ റിജക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഇല്ല എന്ന് പറയും. അതേ ടൈമിന് റെസ്റ്റ് റൂമിലുള്ള ഹീറോയിനെ കാണിക്കാണ്. പുള്ളിക്കാരിയും ഫെയ് പറഞ്ഞ പോലെ കുറച്ച് എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതേ ടൈം ഫെയ്യും എന്തായാലും നീ ലിയോന്റെ കൂടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു പറഞ്ഞ് അവിടെ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് പോകും. ഇത് കേട്ട മോയുടെ കൺട്രോളും പോകും. ഫെയ് എന്നും പറഞ്ഞ് എന്തോ പോലെ ഫെയ്യിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കും. ആ ടൈമിനാണ് ലിയോ വന്ന് മോയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. ഇവളാണെങ്കിലോ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഈ ചാൻസ് എന്തായാലും വിട്ടുകളയണ്ടെന്നുള്ള രീതിയിൽ, മോ എനിക്ക് നിന്റെ കൂടെ ഔട്ടിങ്ങിന് വരാനൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്നിങ്ങനെ നാണിച്ചൊക്കെ പറയും. പെട്ടെന്ന് തന്നെ മോ ചാടി എഴുന്നേക്കും. ലിയോ നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞത് നീ തെറ്റിദ്ധരിച്ചതാണെന്ന് ഇങ്ങനെ പറയും. എന്ത് തെറ്റിദ്ധാരണ? ഇപ്പൊ നീയല്ലേ എന്നെ പ്രപ്പോസ് ചെയ്തേന്ന് ഇങ്ങനെ തിരിച്ചു ചോദിക്കും. ലിയോ നീ ഇങ്ങനെ ഇമാജിൻ ചെയ്യുന്നതൊക്കെ നിർത്ത്. ഞാൻ ജസ്റ്റ് ഒരു ആക്ടിങ് ക്ലാസ്സിന് പോകുന്നുണ്ട്. അപ്പോ അവിടെ നിന്ന് തന്ന ഒരു ഡയലോഗ് ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയതാണ്. എന്താ നീ തെറ്റിദ്ധരിച്ചു? ഞാൻ അത്രക്ക് തരം താഴ്ന്ന വ്യക്തിയൊന്നുമല്ല നിന്റെ അടുത്ത് വന്ന് പ്രപ്പോസ് ചെയ്യാനും മാത്രം. ഇതൊക്കെ കേട്ടിട്ട് നീ എന്തിനാ കരയുവാണോ? എന്തായാലും നീ നല്ല രീതിക്ക് ആക്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിലൊന്നും ഞാനൊന്നും വീഴില്ല. നിന്നെ വേണമെങ്കിൽ ഞാൻ ആക്ടിങ് ക്ലാസ്സിൽ ചേർക്കാന്ന് പറയും. ഇത് കേൾക്കുമ്പോ പാവം നമ്മുടെ ലിയോടെ മനസ്സ് മൊത്തം പൊട്ടിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. കരഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. ഫെയ് മനസ്സിൽ ചിന്തിച്ച പോലെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നുണ്ട്. അതിന്റെ സന്തോഷത്തില് കരഞ്ഞുകൊണ്ട് പോകുന്ന ലിയോന്റെ അടുത്തേക്ക് ഫെയ് ഓടിച്ചെല്ലും. മോ വീണ്ടും ലിയോനെ ഹേർട്ട് ചെയ്യുന്ന പോലെ സംസാരിച്ച് ഇവരെ പുറകെ പോകുമ്പോ ബോയ്ക്ക് വല്ലാത്ത ദേഷ്യം വരും. പെട്ടെന്ന് തന്നെ കാല് കുറുകെ വിട്ട് മോയിനെ തള്ളിയും വിടും. ഇതെല്ലാം മാർക്ക് ഒരു ഫോണില് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അതേ ടൈം മോയും ഇവിടെ എന്താ സംഭവിച്ചേ, ഞാൻ എങ്ങനെയാ വീണേന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കും. അപ്പോഴാണ് ബോയുടെ കാല് പുള്ളിക്കാരൻ കാണുന്നത്. അപ്പൊ തന്നെ ബോയും സോറി, എന്റെ കാല് ഞാൻ പറയുന്നത് പോലെ കേട്ടില്ല, അതുകൊണ്ട് സംഭവിച്ചു പോയതാന്ന് പറയും. ഇതെല്ലാം ചുറ്റും കൂടി നിൽക്കുന്നവരെല്ലാം കാണുന്നുണ്ട്. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ പാർട്ടും കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് പാർട്ടുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാർ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സി യു.